ഹായ്. സത്യനന്ദിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായി അഭിനയിച്ച സർവം മായ എന്ന സിനിമ തിയേറ്ററുകളിൽ വമ്പൻ കളക്ഷനോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വമ്പൻ വിജയമാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്തുമസിന് എല്ലാ ഫാമിലി പ്രേക്ഷകരും സർവം മായ എന്ന സിനിമയെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ കളക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിനിമ റിലീസ് ചെയ്ത് വളരെ മികച്ച അഭിപ്രായം ലഭിക്കുകയും അതിലൂടെ ഒരുപാട് സ്ക്രീനുകൾ ഇപ്പോൾ കൂട്ടുകയും ചെയ്തു. അതായത് വമ്പൻ കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ 45 കോടിയോളം കളക്ഷൻ സിനിമ നേടിയെടുത്തു. ഇന്നത്തോടുകൂടി സിനിമ 50 കോടി എന്ന നേട്ടവും സ്വന്തമാക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അതായത് ഇന്ന് തിങ്കളാഴ്ച 1.5 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പ്രീസെയിൽ കളക്ഷനായി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സിനിമയുടെ കളക്ഷൻ ഇന്ന് ഏത് ലെവലായിരിക്കും എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ രീതിയിലുള്ള കളക്ഷനാണ് ഈ പറയുന്ന സർവം മായ എന്ന സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. നിവിൻ പോളിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് ഈ സർവം മായ എന്ന സിനിമ മാറും. തീർച്ചയായും ഇനിയുള്ള ഒരാഴ്ച ഗംഭീര കളക്ഷനായിരിക്കും. കാരണം അവധി ദിവസമാണ്, സ്കൂളുകളെല്ലാം അവധിയാണ്. അതുകൊണ്ട് തന്നെ ഫാമിലി പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് അടിച്ചു കയറും എന്നുള്ളത് തന്നെയാണ്. 2025 പുറത്തിറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമകളിൽ 4ാം സ്ഥാനത്തിലേക്ക് ഈ സിനിമ എത്തപ്പെടും എന്നുള്ളതും ഉറപ്പാണ്. അതായത് എമ്പുരാൻ, ലോക, തുടരും എന്നീ സിനിമകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് സർവം മായ മാറും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം, പ്രണവ് മോഹൻലാലിന്റെ DS ഇറെ, മമ്മൂട്ടിയുടെ കളങ്കാവൽ, ഈ 3 സിനിമകളെയും സർവം മായ മറികടക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് വലിയ കളക്ഷനാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. സർവം മായയുടെ കൂടെ ക്രിസ്മസിന് മത്സരിക്കാനുണ്ടായിരുന്ന മറ്റു സിനിമകളുടെ കളക്ഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഘോഷം എന്ന സിനിമ ഇതുവരെ 32 ലക്ഷം മാത്രമാണ് നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൽ എന്ന സിനിമ 47 ലക്ഷമാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. മറ്റൊന്ന് മിണ്ടിയും പറഞ്ഞും വെറും 12 ലക്ഷം മാത്രമാണ് ഇതുവരെ നേടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, സാക്നെൽക്കിന്റെ കണക്കാണ്. അതുപോലെ ലാലേട്ടന്റെ തെലുങ്ക് സിനിമയായിട്ടുള്ള വൃഷഭ വൻ ദുരന്തമായിരുന്നു. ആ സിനിമ ഇതുവരെ 1,75 ലക്ഷമാണ് നേടിയിരിക്കുന്നത് എന്നാണ് സാക്നെൽക്ക് പറയുന്നത്. അതായത് വൻ പരാജയമാണ്. അവിടെയാണ് നിവിൻ പോളിയുടെ സിനിമ ഇതുവരെ 45 കോടിയോളം നേടിയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം സിനിമ 50 കോടി മറികടക്കുന്നതായിരിക്കും. എന്തായാലും നിവിൻ പോളിക്ക് ഇത് വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ്. ഇനിയുള്ള ഓരോ ദിവസവും മികച്ച കളക്ഷൻ സിനിമയ്ക്ക് വരും. 9-ാം തീയതി വരെ സിനിമയ്ക്ക് മറ്റൊരു ഭീഷണിയും ഇല്ല എന്നുള്ളതും എടുത്തു പറയുന്നു. എന്തായാലും നിവിൻ പോളിക്ക് ഈ സിനിമയിലൂടെ ഒരു 100 കോടി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.